ഹായ് ഡിയർ വൺസ്, വെൽക്കം ടു CSCB റാങ്കർ. നമുക്കിന്ന് അക്കൗണ്ടൻസിയുടെ കുറച്ച് ബേസിക് പോയിൻറ്റ്സ് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ബേസിക്കായിട്ട് പറയുമ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ കാര്യങ്ങളെല്ലാം അതിനെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ ബാക്കി പുറകോട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ് ട്രാൻസാക്ഷനിൽ എക്സ്ചേഞ്ച് ഓഫ് മണി അല്ലെങ്കിൽ വാല്യൂ ആണ്. അതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കുന്നത് പാർട്ടീസ് ആയിരിക്കും. അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആവാം, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആകാം, ബാർട്ടർ ആവാം. എന്താണ് ക്യാഷ് ട്രാൻസാക്ഷൻ? ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്, അപ്പോൾ തന്നെ അതിൻ്റെ ക്യാഷ് കൊടുക്കുന്നതായിരിക്കും. ഇനി ക്രെഡിറ്റ് ആണെങ്കിൽ പേയ്മെൻറ്റ് ലേറ്റർ ആണ്, പിന്നീടായിരിക്കും കൊടുക്കുക. ഇനി ബാർട്ടർ ആണെങ്കിലോ അത് സാധനങ്ങൾ, പ്രോഡക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതാണ്. ഇങ്ങനെ പറയുമെങ്കിലും ട്രാൻസാക്ഷനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്, ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും. അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അടുത്തതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതും രണ്ടെണ്ണമുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ ബാലൻസ് ഷീറ്റും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ് പ്രോഫിറ്റ് ഓർ ലോസ്, ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ അതോ ലോസ് ആണോ എന്ന് കാണിക്കും. അതുപോലെ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ഷോസ് ഫിനാൻഷ്യൽ പൊസിഷൻ, ആ ഫേമിൻ്റെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ഫിനാൻഷ്യൽ പൊസിഷനെ കാണിക്കുന്നത് ബാലൻസ് ഷീറ്റാണ്. ഈ ബാലൻസ് ഷീറ്റിലുള്ള കമ്പോണൻസ് ആണ് അസറ്റും ലയബിലിറ്റീസും ക്യാപിറ്റലും. അസറ്റ്സ് എന്താണ്? റിസോഴ്സസ് ഓൺഡ്, വിഭവം അല്ലെങ്കിൽ സമ്പത്ത് സ്വന്തമായിരിക്കുന്ന, അതാണ് അസറ്റ്സ്. അതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നതാണ് ടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, റിസീവബിൾസ്. എന്താണ് ടാഞ്ചിബിൾ അസറ്റ്സ്? ഫിസിക്കൽ അസറ്റ്സ്, നമ്മൾക്ക് കാണാൻ പറ്റുന്നത്, നമുക്ക് തൊട്ട് നോക്കാൻ അറിയാൻ പറ്റുന്നത്, അതാണ്. എക്സാമ്പിൾ ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, ഫർണിച്ചർ, വെഹിക്കിൾ, സ്റ്റോക്ക്, ക്യാഷ്, ഇതൊക്കെ ടാഞ്ചിബിൾ അസറ്റ്സിൽ പെട്ടതാണ്. നെക്സ്റ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അഥവാ നോൺ ഫിസിക്കൽ അസറ്റ്സ്. എക്സാമ്പിൾ ഗുഡ് വിൽ, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക്. നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് കാണുവാനോ തൊടാനോ പറ്റാത്തതാണ്. അത് ഗുഡ് വില്ല്, ഒരു ഫേം അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കിയെടുക്കുന്ന ഗുഡ് വില്ല്, അതിൻ്റെ നല്ല ആ പേര്, അതിൻ്റെ വർക്ക്, ഇപ്പോൾ ഒത്തിരി വർഷം കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ കമ്പനിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിയാനും അവരുടെ പ്രോഡക്റ്റ് നല്ലതാണെന്നും ഉള്ള ആ ഒരു ഇത്, അതാണ് ഗുഡ് വില്ല്. പിന്നെ പേറ്റൻറ്റ്, നമുക്ക് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് പേറ്റൻറ്റ് കിട്ടുക, അതായത് നമ്മൾ മാത്രമായിരിക്കും ചിലപ്പോൾ ആ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതും മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളതും. അപ്പോൾ അവിടെ നിന്ന് അതാണ് പേറ്റൻറ്റ്. ഇനി ട്രേഡ് മാർക്കും നമ്മൾ മാർക്കറ്റ് ചെയ്യാനുള്ള ചില സൂത്രങ്ങൾ, ചില സിമ്പിൾസ്, അങ്ങനെയുള്ളതൊക്കെ ട്രേഡ് മാർക്കിൽ പെടും. ഇനി അടുത്തത് റിസീവബിൾസ് അസറ്റ്സ് ആണ്. അതോ എമൗണ്ട്സ് ഡ്യൂ ഫ്രം അതേഴ്സ്, അതായത് ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിള്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്രൂവ്ഡ് ഇൻകം. അതായത് സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ കമ്പനിയിലേക്ക് ക്യാഷ് തരാനായിട്ടുള്ള ആളുകളാണ് ഡെറ്റേഴ്സ്. അവർക്ക് നമ്മൾ കടമായിട്ടായിരിക്കും നമ്മുടെ സർവീസോ പ്രോഡക്റ്റുകളോ കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ളത് നമ്മുടെ അസറ്റാണ്, കിട്ടാനുള്ളത്. അത് പിന്നെ പ്രീപെയ്ഡ്, നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അസറ്റായിരിക്കും. അതുപോലെ അക്രൂവ്ഡ് ഇൻകം, നമുക്ക് കിട്ടാനുള്ള ഇൻകം, അതും അസറ്റ്സിൻ്റെ കാറ്റഗറിയിൽ തന്നെയാണ് പെടുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്സ് ആൻഡ് കറണ്ട് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ലോങ് ടൈം യൂസ് ആണ്. അതുപോലെ കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം, ഈസിലി കൺവേർട്ടബിൾ ടു ക്യാഷ്, അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ്. ദെൻ ഫിക്റ്റീഷ്യസ് അസറ്റ്സ്, നോട്ട് റിയൽ അസറ്റ്സ് ആൻഡ് നോൺ റിയൽ വാല്യൂ, അതായത് ഷോൺ ഫോർ അക്കൗണ്ടിങ് പർപ്പസ്. എക്സാമ്പിൾ പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഷെയർസ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. ഇതിനെ ഡെഫേർഡ് എക്സ്പെൻസസ് എന്നും പറയുന്നുണ്ട്. അതായത് അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്ന അസറ്റുകളാണ്. അത് ശരിക്കും അസറ്റോ അല്ലെങ്കിൽ റിയൽ വാല്യൂവോ ഉള്ളതായിരിക്കില്ല. അതായത് ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടാവുന്ന എക്സ്പെൻസസ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്, അതൊക്കെ അക്കൗണ്ടിങ് പർപ്പസസിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ റിയൽ അസറ്റ് അല്ല. ഇനി അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ഇതൊക്കെ
ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആണ്, അഥവാ ഡെഫേർഡ് എക്സ്പെൻസസ് ആണ്. അടുത്തത് കറണ്ട് അസറ്റ്സ് ആണ്. ഷോർട്ട് ടേം അസറ്റ്സ് ആണ്, കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ് ക്വിക്കിലി. ടൈം പീരീഡ് വരുന്നത് വിത്തിൻ 1 ഇയർ. എക്സാമ്പിൾ ക്യാഷ്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബിൽ റിസീവബിൾ. ലിക്വിഡിറ്റി ഹൈ ആയിരിക്കും. യൂസ്ഡ് ഫോർ ഡെയിലി ഓപ്പറേഷൻസ്. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഉള്ള അസറ്റായിരിക്കും. അത് ക്യാഷ് ആവാം, നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് ആവാം, നമുക്ക് കിട്ടാനുള്ള ഡെറ്റേഴ്സ് അവരയക്കാം, ബില്ല് കിട്ടാനുള്ള ബിൽ റിസീവബിളും ആകാം. അതിന് ലിക്വിഡിറ്റി എപ്പോഴും ഹൈ ആണ്, പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ 1 ഇയറിനുള്ളിൽ നമ്മൾ കൺവേർട്ടഡ് ടു ക്യാഷ് ആവുന്നതിനെയൊക്കെ പറയുന്നത് കറണ്ട് അസറ്റ്സ് എന്നാണ്. ഇനി ഇവിടെ നോക്കാം. ക്യാഷ് കറണ്ട് അസറ്റ്സ് ആണ്, സ്റ്റോക്ക് കറണ്ട് അസറ്റ്സ് ആണ്, ഡെറ്റേഴ്സ് കറണ്ട് അസറ്റ്സ് ആണ്. അതേസമയം മെഷീനറി കറണ്ട് അസറ്റ് അല്ല, ലാൻഡ് കറണ്ട് അസറ്റ് അല്ല. നെക്സ്റ്റ് ഡെറ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് റിസീവബിൾ. ഡെറ്റർ എന്ന് വെച്ചാൽ പേഴ്സൺ ഹൂ ഓസ് മണി. ഒരാൾ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് ക്യാഷ് തരാനോ എന്തെങ്കിലും രീതിയിൽ ബാധ്യതയുണ്ടെങ്കിൽ അവരാണ് ഡെറ്റർ ആവുക. അത് ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോഴാണ് സാധാരണ നമ്മളുടെ ഡെറ്റർ ആവുന്നത്, അതായത് നമ്മൾ കടമായിട്ട് സാധനങ്ങൾ കൊടുക്കുമ്പോൾ. ഇനി അക്കൗണ്ട്സ് റിസീവബിൾ, എമൗണ്ട് ഡ്യൂ ഫ്രം കസ്റ്റമേഴ്സ് തരാനുള്ള ആ എമൗണ്ട് ഡ്യൂ അയക്കുന്നതിനാണ് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്നത്. സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാലോ ടോട്ടൽ റിസീവബിൾ. ഇങ്ങനെ കിട്ടാനുള്ള എല്ലാവരുടെയും കൂടെ കൂട്ടി പറയുന്നതാണ് സൺട്രി ഡെറ്റേഴ്സ്. ഷോൺ ഇൻ അസറ്റ് സൈഡ്. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലായിരിക്കും എപ്പോഴും സൺട്രി ഡെറ്റേഴ്സ് കാണുക. ഇനി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അസറ്റ് എല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഒരു സൺട്രി ഡെറ്റേഴ്സ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അതുപോലെ തന്നെ അത് പേഴ്സണൽ അക്കൗണ്ടാണ്, അതിൻ്റെ ടൈപ്പ് പേഴ്സണൽ അക്കൗണ്ടിൽ പെടുന്നതാണ്. ഇത് ഫ്യൂച്ചറിൽ ക്യാഷ് ഇൻഫ്ലോ ആയിരിക്കും, നമ്മൾക്ക് പിന്നീട് ക്യാഷ് കിട്ടുമല്ലോ. അത് ടോട്ടൽ ചെയ്യുന്നത് എപ്പോഴും എൻഡ് ഓഫ് പീരീഡിൽ, ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുമ്പോഴായിരിക്കും അത് നമ്മൾ എപ്പോഴും ടോട്ടൽ ചെയ്യുന്നത്. ഇനി പേയ്മെൻറ്റ് എപ്പോഴെങ്കിലും റിസീവ് ചെയ്താൽ ആ ഡെറ്റർ ഡിക്രീസ് ആവും, ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് ഡിക്രീസ് ആവും, താഴോട്ട് വരും. ഇനി അടുത്ത അസറ്റാണ് സ്റ്റോക്ക്. ഗുഡ്സ് ഹെൽഡ് ഫോർ സെയിലിന് വേണ്ടിയിട്ട് സൂക്ഷിക്കുന്ന ആ ഗുഡ്സാണ് എന്താ സ്റ്റോക്ക്. ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അൺസോൾഡ് ഗുഡ്സാണ്. സെയിലിന് വേണ്ടിയിട്ട് നമ്മൾ വിറ്റ് പോവാതെ നമ്മുടെ ഗോഡൗണിൽ ഉണ്ടാവുക, സ്റ്റോറിൽ ഉണ്ടാവുന്നതാണ് ക്ലോസിങ് സ്റ്റോക്ക്. അതിൽ സ്റ്റോക്കിൽ ഇൻക്ലൂഡ്സ് ആയിട്ട് വരുന്നത് റോ മെറ്റീരിയൽ ആവാം, വർക്ക് ഇൻ പ്രോഗ്രസ് ആകാം, ഫിനിഷ്ഡ് ഗുഡ്സ് ആകാം. അതായത് നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റിലോട്ട് എത്തുന്നതിന് മുമ്പ് ഓരോരോ പ്രോഡക്റ്റ് ആയിരിക്കും, അതാണ് റോ മെറ്റീരിയൽ. വർക്കിംഗ് പ്രോഗ്രസ്, ആ ഒരു പ്രോഗ്രസ്സിൽ, അതായത് ഈ റോ മെറ്റീരിയലിൽ നിന്നും ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നത് വരെയുള്ള പ്രോസസ്സ്, അങ്ങനെയുള്ളത് ഉണ്ടാവാം. പിന്നെ ഫിനിഷ് ആയിട്ടുള്ള ഗുഡ്സും ഫൈനൽ എത്തിയിട്ടുള്ള ഗുഡ്സും ഉണ്ടാവാം. ഇനി എപ്പോഴും ക്ലോസിങ് സ്റ്റോക്ക് നെക്സ്റ്റ് ഫിനാൻഷ്യൽ പീരീഡിലെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും, അതും നമ്മൾ ഓർത്തിരിക്കണം. നെക്സ്റ്റ് ആണ് സെയിൽസ്. ഇൻകം ഫ്രം ഗുഡ്സ് ഓർ സർവീസസ്. നമുക്കൊരു ഗുഡ്സ്, ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടോ കിട്ടുന്ന ഇൻകമാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. അത് ക്യാഷ് ആകാം, ക്രെഡിറ്റ് ആകാം, ക്യാഷ് സെയിൽസോ ക്രെഡിറ്റ് സെയിലോ ആകാം. പിന്നെയോ അതായിരിക്കും ആ ഒരു ഫേമിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. റവന്യൂ എന്ന് പറയുന്നത് ഈ സെയിൽസിൽ നിന്നും കിട്ടുന്ന വരുമാനമായിരിക്കും. ഇനി സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ്. നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്തവർ അത് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അതിനെ സെയിൽസ് റിട്ടേൺ എന്ന് പറയും. അതേസമയം അസറ്റിനെ സെയിൽ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ഈ സെയിൽസിൽ ഇൻക്ലൂഡ് ആവില്ല. നമ്മൾ കൊടുക്കുന്ന സർവീസസോ അല്ലെങ്കിൽ ഗുഡ്സോ അത് മാത്രമാണ് സെയിൽസിൽ വരിക. നമ്മുടെ ഫിക്സഡ് അസറ്റുകൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിനെ ഈ സെയിൽസിൽ ഉൾപ്പെടുത്തില്ല.
അടുത്തത് പർച്ചേസ്, ബൈയിങ് ഗുഡ്സ് ഫോർ റീസെയിൽ. റീസെയിൽ ചെയ്യുന്നതിന് വേണ്ടി, വിൽക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് പർച്ചേസ്. അത് ക്യാഷ് പർച്ചേസ് ആവാം, ക്രെഡിറ്റ് പർച്ചേസ് ആവാം, ക്യാഷ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ കടമായിട്ടോ ആവാം. അതിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാവാം, റോ മെറ്റീരിയൽസ് ഉണ്ടാവാം. നമ്മൾ ആ കൊടുക്കുന്ന ഗുഡ്സിൻ്റെ അതേ രൂപത്തിൽ തന്നെ ആവാം, അല്ലെങ്കിൽ അതിലേക്ക് എത്തുന്ന റോ മെറ്റീരിയൽ ആയിട്ടായിരിക്കും ചിലപ്പോൾ പർച്ചേസ് ചെയ്യുന്നത്. ഇനി പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് റിട്ടേൺ ടു സപ്ലയർ. നമ്മൾ മേടിച്ചെടുത്ത് തന്നെ നമ്മൾ ആ പ്രോഡക്റ്റ് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ പർച്ചേസ് റിട്ടേൺ എന്ന് പറയും. പർപ്പസ് എപ്പോഴും സെയിൽ ഓർ പ്രൊഡക്ഷൻ, അതായത് പർച്ചേസിൻ്റെ ഉദ്ദേശം സെയിലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ ആവാം. ഇനി നെക്സ്റ്റ് ഗുഡ്സ് എന്താണെന്ന് നോക്കാം. ഐറ്റംസ് ഡെൽറ്റ് ബൈ എ ട്രേഡർ. ഒരു ട്രേഡർ, ഒരു കച്ചവടക്കാരൻ എന്ത് പ്രോഡക്റ്റ് വെച്ചിട്ടാണോ ആ കച്ചവടം നടത്തുന്നത് അതാണ് ഗുഡ്സ്. അതിൽ കമ്മോഡിറ്റീസ് വരാം, പ്രോഡക്ട്സ് വരാം, ആർട്ടിക്കിൾസ് വരാം. അത് റീസെയിലിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പർച്ചേസ് ചെയ്യുന്നത്. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സെയിൽ ഇൻ ബിസിനസ്. ബിസിനസ്സിൽ കച്ചവടം, സെയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഗുഡ്സിനെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പ്രോഫിറ്റ്, എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻസസ്. എക്സ്പെൻസസിന്, ചിലവിന് മേൽ അധികം ഇൻകം കിട്ടുന്നതാണ് എന്ത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അത് ബിസിനസ് പെർഫോമൻസിനെ കാണിക്കുന്നുണ്ട്. ഈ പ്രോഫിറ്റ് കൂടുന്നതനുസരിച്ച് ആ ബിസിനസ് നല്ല രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഇൻകമോ, ഇൻക്രീസ് ഇൻ നെറ്റ്വർത്ത്. നമ്മുടെ സമ്പത്ത് കൂട്ടുന്നതാണ് എന്ത്, ഇൻകം എന്ന് പറയുന്നത്. അത് ബിസിനസ് ആൻഡ് അതർ ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടാം. ബിസിനസ് ചെയ്തിട്ട് കിട്ടാം, അല്ലാതെയും കിട്ടാം. ഇനി അതിൽ പ്രോഫിറ്റിൽ ഇത് ഇൻക്ലൂഡാണ്. ഈ ഇൻകം എന്ന് പറയുന്ന പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അത് ചേഞ്ച് ഇൻ വെൽത്ത് ഓവർ ടൈം. കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മളുടെ വെൽത്തിനെ അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി ഓഫ് ഏണിങ്, നമ്മുടെ അസറ്റിനെ കൂട്ടുന്ന ഒരു സംഗതിയാണ് ഇൻകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലോസ്, എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ ഇൻകം. ഇൻകം കുറവും ഇൻകത്തിന് മേൽ എക്സ്പെൻസസ് വരികയാണെങ്കിൽ അവിടെ ലോസ് ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. അത് അസറ്റിനെ കുറയ്ക്കുന്നു, ലയബിലിറ്റീസിനെ കൂട്ടുന്നു, അതുപോലെ ഓണേഴ്സ് ഇക്വിറ്റിയെയും കുറയ്ക്കുന്നു, ഓണേഴ്സിൻ്റെ ധനത്തെ കുറയ്ക്കുന്നു. ഓപ്പോസിറ്റ് ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റിന് ഓപ്പോസിറ്റാണ് എപ്പോഴും ലോസ്. അടുത്തതാണ് ക്യാപിറ്റൽ ലോസ്. ലോസ് ഓൺ ക്യാപിറ്റൽ ഐറ്റംസ്. ക്യാപിറ്റൽ ഐറ്റംസ് കൊടുത്തു കഴിയുമ്പോൾ, സെയിൽ നടത്തി കഴിയുമ്പോൾ അവിടെ ലോസ്, അവിടെ നഷ്ടം വരുന്നുണ്ടെങ്കിൽ അതാണ് ക്യാപിറ്റൽ ലോസ്. നോട്ട് ഫ്രം റെഗുലർ ബിസിനസ് ഓപ്പറേഷൻസ്. നമ്മളുടെ ബിസിനസ് അതിൽ നിന്ന് കിട്ടുന്ന ലോസ്, അതിൽ നിന്ന് സംഭവിക്കുന്ന ലോസ് അല്ല ഇത്. ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. നമ്മളുടെ ഫിക്സഡ് അസറ്റുകൾ കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ലോസാണ്. നോട്ട് ഫ്രം നോർമൽ ബിസിനസ് ആക്ടിവിറ്റീസ്. എക്സാമ്പിൾ, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് ഓർ ബിൽഡിങ്, ലോസ് ഓൺ ഫർണിച്ചർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ ഷെയർസ്. അടുത്തത് റവന്യൂ ലോസ്. ലോസ് ഇൻ നോർമൽ ബിസിനസ് ആക്ടിവിറ്റീസ്. നോർമൽ ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് റവന്യൂ ലോസ്. occurs during regular operations. Example, loss on sale of goods affects ചെയ്യുന്നതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്കിന്ന് ഇവിടെ നിർത്താം. ഇനി അടുത്ത ക്ലാസ്സിലെ ബാക്കി നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.